രാവിലെ വൈകുന്നേരം അരി വെള്ളത്തിലിട്ട് പിന്നെ രാത്രി 11 മണിക്ക് അരച്ച മാവാണ്. ഇനി രാവിലെ ഞാൻ 5 മണിക്കാണെങ്കിൽ ഇത് എടുക്കും ചെയ്യും. എന്നാലും ഇത് റെഡി ആയി കിട്ടും. കാരണം നമ്മുടെ ഡബിൾ ഹൈസ് നമുക്കൊന്നും നോക്കാമല്ലോ. നമുക്ക് വേഗം ഇളക്കുക. നേരം വൈകി ദോശ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. ദോശ ഉണ്ടാക്കാൻ പോവാണ്. നേരം വൈകി നല്ല പതയോടുകൂടിയുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചുട്ടാണ് കാണിച്ചാൽ മതി. ബാക്കിയൊക്കെ പിന്നെ കാണിച്ചാൽ എന്നാലും നിങ്ങൾ വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂല. നമുക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചുട്ട് കാണിച്ചു. ഇതാണ് കേട്ടോ സൂപ്പർ ദോശ. നല്ല അടിപൊളിയാണ്. ഇതിന് കാരണം ഡബിൾ ഹോയ്സാണ്. ഡബിൾ ഹോയ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവന് പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് ചുട്ട് കാണിച്ചു തന്നിട്ട് എന്താക്കിയാൽ മതി. നിങ്ങൾ കണ്ടാൽ മതി എന്നാണ് പറയാനുള്ളത്. നേരത്തെ വീഡിയോ എടുത്തതിന് മൊത്തത്തിൽ നമുക്ക് ക്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ച് വെക്കാം. എന്നിട്ട് നമ്മളത് കുറച്ച് കണ്ട് തുറന്ന് നോക്കിയിട്ട് മേലെ നെയ്യ് പുരട്ടാം. അത്ര തന്നെ. അതന്നെയാണ് സൂപ്പർ. എന്നിട്ട് ചട്നി കറിയും കൂട്ടി തിന്നാം. അത്രയും ഇത് ഞാൻ പത്തിരിയും ചപ്പാത്തിയും പൊറാട്ടയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണ് കേട്ടോ. എന്നാലും എനിക്കിതിൽ കിട്ടും. അതെന്താ കിട്ടാൻ കാരണം നിങ്ങൾക്കറിയോ? ഞാൻ വലിയ ഇരുമ്പ് ചട്ടിയാണ്. അയാൻ വർദ്ധിക്കാനും ഏറ്റവും നല്ല ഇരുമ്പാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി പറ്റൂല കേട്ടോ. ടേപ്പ് നമ്മളെ വയറിൻ്റെ അകത്തായി കഴിഞ്ഞാൽ മാരക വിഷമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതും കൂടി എടുത്തിട്ട് അവനക്ക് കൊടുക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറല്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കണ്ടിട്ട് ഞങ്ങൾ അടിപൊളി ദോശയാണ്. സാധാ ഇരുമ്പ് ചട്ടിയിലാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദോനക്ക് കൊടുക്കാം. കൂടി കണ്ടല്ലോ, സൂപ്പർ ദോശയാണ് കേട്ടോ. സൂപ്പർ ദോശ. ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ രാത്രി 10:30 ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ചോറ് വാരിയിട്ട് കൊണ്ടിട്ടുണ്ട്. ഇത് കഴിക്കാണ്ട് കൊണ്ടുവന്ന ചോറാട്ടോ. അളവും കാര്യങ്ങളൊന്നുമില്ല. ഒരു സുമാറങ്ങോട്ട് ഇട്ടാൽ മതി. നമ്മളെടുത്ത് ഡബിൾ ഹോയ്സ് ഉള്ളതുകൊണ്ട് നല്ല സൂപ്പറായി കിട്ടും. നമുക്ക് പാത്രത്തിൽ ഇതുണ്ട്. എന്താ പറയുക, ഇതിൽ അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല. പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയാണ്. ഏത് നേരത്താണ് കുതിർത്തിയെന്ന് ചോദിച്ചാൽ വൈകുന്നേരം കുതിർത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉലുവ കുറച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കൂടി ചേർത്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, 1 പിടിയോ 2 പിടിയൊക്കെ ഉഴുന്നിട്ട് കൊടുക്കുക. അതിക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തെടുത്താൽ സൂപ്പറായി കിട്ടും. ഇതുപോലെ ഒറ്റ വല്ലുള്ളി 2 പീസാക്കി മാറ്റിയതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചോറൊക്കെ നമ്മൾ ഈ അരി ഇട്ടെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അരി ഇടട്ടെ. 10:45 വീഡിയോ എടുക്കാൻ കാണിച്ചാൽ മനസ്സിനൊരു ലൈക്ക് തരണം എന്നാണ് പറയാനുള്ളത്. പുതിയ സബ്സ്ക്രൈബർമാർക്ക് മുന്നിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ആളുകൾക്ക് ഈ റെസിപ്പിയൊക്കെ ഞാൻ 100 വട്ടം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവതരിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇത് നോക്കിക്കോളി. അളവും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഒരു സുമാറ് ഇട്ടുകൊടുത്താൽ തന്നെ റെഡിയായി. ശേഖരത്തെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചോറ് അടിയിലുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് റവ ചേർത്തെടുക്കാം. മുരിഞ്ഞ് കിട്ടാനാണ് കേട്ടോ റവ ചേർക്കുന്നത്. ദോശ ഉണ്ടാക്കുമ്പോൾ നെരിഞ്ഞ് കിട്ടാനാണ്. അപ്പൊ ഞാൻ ഒന്നിനൊരു അളവില്ല, ഒരു സുമാറിൽ ഇട്ടെടുത്താൽ ഒക്കെ റെഡിയാകും എന്നാണ് പറയാനുള്ളത്. ഇനി അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതും ചേർത്തെടുത്തു. ഇതൊന്നും അളവും കാര്യങ്ങളും ഇല്ല, ഒരു സുമാറ് ഇട്ടെടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പപ്പൊടിയാണ്. ചായപ്പൊടിയാണ് കുട്ടികളെ കൊണ്ടുവന്ന് ഇടാൻ പോകുന്നത്. ചായപ്പൊടി ഇട്ടേക്കാണ്. എന്തിനാ അന്ന് ഞാൻ തട്ടാത്ത വലിയ ഭാഗ്യം ഇതുപോലെ ഒരു കവറിൽ കെട്ടി വെച്ചു. അപ്പൊ സോറി, നമുക്ക് ഡബിൾ ഹോയ്സ് എടുക്കണ്ട കേട്ടോ. ഡബിൾ ഹോയ്സ് ഇല്ലെങ്കിൽ പ്രത്യേകം ചോദിച്ച് വാങ്ങുക. ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഏത് മാവും സൂപ്പറായി കിട്ടും. വെള്ളപ്പം, ദോശ, അതുപോലെ നെയ്യപ്പം, പഴംപൊരി, ഇങ്ങനത്തെ ഏത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും ഇന്നത് നന്നായി കിട്ടണമെങ്കിൽ ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പപ്പൊടിയിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. മാവ് ഞാൻ നാളെ കാട്ടി തരണ്ട കേട്ടോ. നല്ല അടിപൊളി കാരം. 1 ടീസ്പൂണോ
2 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മാവ് ഞാൻ സെറ്റ് ആക്കണേ. നിങ്ങൾ കണ്ടോണ്ടി, നല്ല സൂപ്പർ റെസിപ്പി ആയിരിക്കും. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. പ്രത്യേകിച്ച് വീഡിയോ കണ്ടാല് നമുക്ക് മനസ്സിലാവും, ഒന്നിനൊരു അളവുണ്ടാവില്ല കേട്ടോ. ഒക്കെ ഒരു സുമാറ് ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് റെഡി ആയി കിട്ടും. വളവും കാര്യങ്ങളൊന്നും ഇല്ല. അതിന്റെ മുകൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വെള്ളം അതിന്റെ മുകളിലായിട്ട് കാണും. അതൊക്കെ തന്നെയാണ് അതിന്റെ അളവ്. പിന്നെ ഒറ്റ വലിയുള്ളി നമ്മൾ ചേർത്തെടുക്കണം. എന്തിനാ വെച്ചാല് ഇത് എന്ത് കിട്ടാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയുള്ളി ചേർത്തെടുക്കണം. ഇനി നമുക്ക് അരച്ചുകൊണ്ടിരാം. വരക്ക എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഡബിൾ വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉപ്പിടാതെ അരച്ചുകൊണ്ട് പകുതി ആയപ്പോഴാണ് ഉപ്പിടാൻ കാര്യം മറന്നുപോയത്. ലൈറ്റ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അരക്കാൻ വേണ്ടിയിട്ട്. ലൈറ്റ് തിരക്കല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ മിക്സി അരക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഊതിയതുകൊണ്ട് കണ്ണ് കാണില്ല. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്തെടുക്കണേ. ഇനി ഒരു ട്രിപ്പും കൂടി നമുക്ക് അരച്ചു കൊണ്ടുവരാണ്ട്, അതും കൂടി അരച്ചിട്ട് കാണിക്കാം. അപ്പോൾ കുട്ടികളെ നമ്മളത് അരച്ച് വന്ന് കുട്ടികളെ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ശരിക്കും കാണില്ല, എന്നാലും ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുത്തുള്ള മാവ്. ഇതുപോലെയാണ്, ശരിക്കും കാണുന്നുണ്ടാവില്ല. ഇതുപോലെയാണ് തൊട്ട് നോക്കാം. നല്ലോണം അരഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഒഴിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉണ്ടല്ലോ, ഇതുപോലെയുള്ള മാവിന് അടുത്ത ട്രിപ്പ് അരക്കാം. അപ്പോൾ അടുത്ത ട്രിപ്പിക്ക് ഞാൻ ഇതിലേക്ക് തന്നെ ഫുള്ള് ചോറ് ചേർത്ത് നല്ല മിക്സിക്ക് ഇട്ട് കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടല്ലേ ഞാൻ ചോറ് ചേർത്തിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ചോറ് ചേർക്കണില്ല, അതിൽ ഞാൻ കുറച്ചധികം ചോറ് ചേർക്കണേ. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇതുപോലെ അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചെടുക്കട്ടെ. ഇത് പുതിയ ആൾക്കാർക്ക് ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകം എടുത്ത് പറയുന്നത്. പുതിയ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. കുറേ സബ്സ്ക്രൈബർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ച് പോവുകയാണ്. മറ്റുള്ളവർ വിചാരിക്കും ഇവർക്കൊന്നും ഈ ഒരു റെസിപ്പിനുള്ളൂ. പുതിയ ആളുകൾ വരുമ്പോൾ അവർക്കൊരു പുതിയ അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവതരിപ്പിച്ച് പോവുകയാണ്. മറ്റുള്ളവർക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇത് തരി മുഴുവെടുത്തെടുത്ത് കേട്ടോ. ചേർക്കേണ്ടത് ഡബിൾ വോയിസാണ്. കുറച്ച് ചേർത്തെടുക്കട്ടോ, കുറച്ച്. രാത്രി കുറച്ച് വൈകുകയാണെങ്കിൽ കുറച്ചധികം ചേർത്തെടുത്താൽ മതി. നേരത്തെ അരക്കുകയാണെങ്കിൽ കുറച്ച് ചേർത്തെടുത്താൽ മതി. അങ്ങനെ ചെറിയ തരികിടകൾ കാണിക്കുമ്പോൾ അത് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇല്ല, ഇതുപോലെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ ഇങ്ങനെ വെള്ളം നിന്ന പോലെ ആയാൽ മതി. ആകുമ്പോൾ കുറേ വെള്ളം ഒഴിച്ചെടുക്കരുത്. അപ്പം അങ്ങനെ വലിയുള്ളി ഞാൻ ഇട്ടിട്ടാണ്. ഇത്തിരി പഞ്ചസാര കുറേ ഇടണ്ട. നേരത്തെ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ട് ഇനി കുറച്ചിട്ടെടുത്താൽ മതി. ക്ലിയറില്ല. ലൈറ്റ് ഞാൻ ഊരിയിട്ടാണ്. അവിടെ ലൈറ്റ് ഇട്ടാലാണ് ക്ലിയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതും കൂടി റവത്തിരിട്ടെടുക്കുക. എല്ലാത്തിനും വെറുതെ താളം പിടിച്ചാൽ മതി. അപ്പോൾ അതിട്ട് ഇനി എടുത്തിട്ട് ഉപ്പ് ഞാൻ ചിലപ്പോൾ അതിൽ നല്ല ഉപ്പിട്ടിന് പേറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഉപ്പിടുന്നില്ല. ഇനി നമുക്കിപ്പോൾ എല്ലാം ഞാൻ ഇട്ടില്ലേ, നിങ്ങൾ കണ്ടല്ലേ ഞാൻ എല്ലാം ഇട്ടത്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളതാണ്, ഡബിൾ വോയിസ് തന്നെ വാങ്ങിക്കോളി. ഡബിൾ വോയിസ് തന്നെ വാങ്ങണം, വേറെ അത് വാങ്ങിയിട്ട് കാര്യമില്ല, നന്നാവില്ല. ഇത് അരക്കിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവിനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. 11 മണിക്കാണ് ഞാൻ അതിവിടെ അരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. 11 മണിക്ക് അരച്ചാലും നന്നാകും. ഇത് എന്താണിത് നിങ്ങൾ പറഞ്ഞത് ഇതെന്താണെന്ന്. ഡബിൾ വോയിസിൻ്റെ വെള്ളപ്പൊടി ചേർത്ത് അരച്ചതാണ് കുട്ടികളെ. അതുകൊണ്ടാണ് ഇത് നന്നാകണേ. അതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കോളി, ഉണ്ടാക്കിക്കോളി എന്നൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ മാവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊക്കി പിടിച്ച് ഒഴിച്ചാലാണ് നമുക്കിത് കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മാവ്. പിന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും വാങ്ങുക, ഇളക്കിയെടുക്കുക. ഇവിടെയുള്ള ക്ലോക്കിലെ ടൈം നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പൊട്ട ക്ലോക്കാണ് ഇവിടെ ഉള്ളത്. എൻ്റെ മൂപ്പരാക്ക പഴയ വീട് വിളിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് കുറേ വട്ടം പറഞ്ഞിരിക്കണം. പിന്നെ മൂപ്പരാക്ക പഴയ വീട്ടിൽ കുറേ പൊട്ട ക്ലോക്കുകൾ ഉണ്ടാവും. മുഴുവൻ കൊണ്ടുവന്നാണ്ട് ഇവിടെ ചുമരുമേൽ എല്ലായിടത്തും ക്ലോക്ക് ഉണ്ട്. 2 ദിവസം നടക്കും, 3-ാം ദിവസം നടക്കില്ല. ആ കോലത്തിലുള്ള ക്ലോക്കുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും ഇപ്പോൾ 10 മണിയാണ്. അതുകൊണ്ട് അത് ടൈം നോക്കിയിട്ട് കാര്യമില്ല. അതിൽ എത്ര ബാറ്ററി ഇട്ടാലും 10 മണി. അപ്പോൾ പിന്നെ 11 മണിക്കാട്ടെ സത്യസന്ധമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മാവ് ഈ ഒരു കോലത്തിലാണ് നന്നാകുക. അപ്പോൾ 11 മണിക്ക് ഇട്ടാലും അരച്ചാലും നന്നാകും എന്നാണ് ഞാൻ പറഞ്ഞത്. വൈകുന്നേരം അരി വെള്ളം പോകുന്നത് തെർമോക്കോളിൻ്റെ പെട്ടിയിലാണ്, റൈസ് കുക്കറിലോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ എവിടെയാണ് ഈ ദോശമാവ് അടച്ചെങ്കിൽ അവിടെ അടച്ചിട്ട് രാവിലെ നമുക്ക് കാണാം. ഓക്കെ, ബൈ. രാവിലെ കുറച്ച് ഇതിലേറെ എന്താ പറയുക
സംസാരിക്കാൻ കഴിയും തോന്നുന്നു. ഇപ്പം എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അതിൽ പോകണം. ബൈ 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 ബൈ, സീ യു. എല്ലാവരും കാണില്ലല്ലോ, നിങ്ങൾക്ക് കാണില്ലല്ലോ. നിങ്ങൾ ശരിക്കും നോക്കി കാണുന്നുണ്ട്. നിങ്ങൾക്ക് മാവ് ഇല്ലല്ലോ, ഇല്ല കാണൂല. ഇനി രാവിലെ വരുമ്പോൾ നിങ്ങൾക്ക് റെഡിയിൽ കാണുട്ടത്. അതാണ് ഈ മാവിൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബൈ. ഈ പരുവത്തിലൊക്കെ ആക്കിയിരിക്കുന്നത് ഈ പരുവാണിത്. നേരം വൈകി നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമുക്കിത് ഇളക്കാം. നല്ലോണം നേരം വൈകി കുട്ടികളെ, നല്ലോണം നേരം വൈകി. അമീനേ, എൻ്റെ മൈക്കും പോയി ഒക്കെ പോയി. നമുക്ക് ഓയിൽ ചേർത്ത് വയ്ക്കാം. ഓയിൽ നമുക്ക് ഒന്നും നേരമില്ല. ടൈം കഴിഞ്ഞു, നേരം പോയി. 6 മണി. ഈ മാവ് ഇങ്ങനെ ഉണ്ട്. ഈ മാവിനെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. സൂപ്പർ മാവാണ്. നമുക്കൊന്നും നോക്കാമല്ലോ, നമുക്ക് വേഗം ഇളക്കുക. നേരം വൈകി ദോശ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. നേരം വൈകി നല്ല പതയോട് കൂടിയുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലോ, നല്ല സോഫ്റ്റുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള. ഇനി നമ്മൾ വേഗം ചുടട്ടെ. നേരം 6 മണിയായി. ഞാൻ നേരത്തെ നീക്കുന്ന ആളാണ്. നേരം വൈകി എൻ്റെ മൈക്കും കേടുന്നു ഒക്കെ പോയി. നമ്മൾ ചുടട്ടെ. കണ്ടില്ലേ, നിങ്ങൾ ഈ മാവിൻ്റെ കോലം ഈ ഒരു പരുവത്തിലുണ്ടാകും കേട്ടോ. ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റോടുകൂടി നല്ല നരയും പതയൊക്കെ ഉള്ള നല്ലൊരു മാവാണ്. കാണുമ്പോൾ മനസ്സിലാവും. കനം കുറഞ്ഞ നൈസ് മാവ്. ചട്നി കറി ഉണ്ടാക്കാൻ തേങ്ങ ഇട്ടിട്ട് അതിക്ക് പിന്നെ എന്തൊക്കെ ഇടുക? തേങ്ങയുടെ ചെറിയ ഉള്ളി ഇടുക, ഒരു വെളുത്തുള്ളിൻ്റെ ചീളും ഇട്ടെടുത്തിട്ട് എന്തൊക്കെ, പിന്നെ അതിക്ക് പച്ചമുളക് ഇട്ട് കണ്ട് അരച്ചിട്ട് പിന്നെ കടുകിട്ട് വറുക്കുക, കറിവേപ്പിലിടുക. അത്ര പണിയുള്ളൂ. നമുക്കിപ്പോൾ അതിനൊന്നും നേരമില്ല. നമ്മൾ ഈ മാവും കൊണ്ട് ഓടാൻ പോവാണ്. ടൈമില്ല. അപ്പോൾ ഏത് നട്ടപ്പാതിരാക്കം അരച്ചാലും നമ്മുടെ മാവ് റെഡിയായി കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നേരല്ല. ഞാൻ പോവാണ് കുട്ടികളെ, പോവാണ്. എപ്പോഴാണ് വീഡിയോ വരികയെന്നറിയില്ല, എന്നാലും എനിക്കിപ്പോൾ നേരമില്ല. അതാണ് പറയാനുള്ളത്. ലൈവ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. ഒന്നിനും നേരമില്ലാത്ത നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ട് അതിനൊരു ലൈക്ക് തരുമെന്നാണ് പറയാനുള്ളത്. ഞാൻ 4:45 എണീക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീരവാദം പറഞ്ഞ് പോയതാണ്. ഇപ്പം എനിക്ക് എണീറ്റപ്പോൾ 6 മണി കഴിഞ്ഞു കുട്ടികളെ, 6 മണി. അതുകൊണ്ട് എനിക്ക് നേരമില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. നേരമില്ല. ഓക്കെ. നമ്മൾ ഈ മാവിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ഈ ഒരു കോലത്തുള്ള മാവാണ് നമുക്ക് കിട്ടാത്ത. ഡബിൾ ഹോയ്സ് ചേർത്തുകൊണ്ടാണ് അങ്ങനെ കിട്ടണത്. അപ്പോൾ എല്ലാവരും ഒരു ഡബിൾ ഹോയ്സിൻ്റെ പാക്കറ്റ് വാങ്ങാമെന്നാണ് പറയാനുള്ളത്. മൈക്ക് പോയിക്കണം, കേക്ക് ഉണ്ടല്ലോ എന്നറിയില്ല, മൈക്കൊക്കെ കേടാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാം. വലിയ ചട്ടിയിൽ ഒഴിച്ചാണെങ്കിൽ 2 കയ്യിൽ പറഞ്ഞിട്ട് നമ്മൾ പിച്ചെടുക്കാം. ഫ്രൈ ചെയ്യാം. കറിവേപ്പില ഇട്ടാച്ചു അമീന്. കറിവേപ്പില ഇട്ടേച്ചു. ക്യാമറയുടെ സ്റ്റാൻഡ് പറഞ്ഞു ഇത്ര മതിയെന്ന് പറയുന്നു. അത് നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മൾ ഇത് കരിഞ്ഞ് കരിക്കട്ടായി കുക്കർ മറിച്ചിട്ട ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല നൈസ് ദോശയാണ് കേട്ടോ. മസാല ദോശ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. നല്ല സൂപ്പറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് നിങ്ങളോട് നല്ലോണം മനസ്സിലാക്കി തരാം ഉള്ള നേരമുള്ള കുട്ടികളെ നേരമുള്ള കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കണേ. ഇത് പുതിയ ആൾക്കാർക്ക് അവതരിപ്പിച്ച റെസിപ്പിയാണ് കേട്ടോ. ചട്ടിന്ന് എന്താ പറയുക, ഈ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോന്നിട്ടാത്തത്. ഇതിൽ പല നാടകം പല സാധനം ഉണ്ടാക്കണ ചട്ടിയാണ് കുട്ടികളെ. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടാതെ വരുന്നത്. ഇല്ലല്ലാണ്ട് കീറിയില്ല നോക്ക്. അടച്ചവനെ ഇവിടെ ഒരു കീറലും കൂടി പറ്റില്ല. കണ്ടില്ല നിങ്ങൾ, ഇവിടെ ഒരു കീറിയനാണ് ഇപ്പം പറയുന്നത്. നമുക്ക് വേറെ ചുട്ടെടുക്കാം കേട്ടോ. ഓളിത് തിന്നണ്ട തൽക്കാലം, അത് ഞാൻ തിന്നോളാം. അപ്പോൾ ചട്നി കറി ഇട്ടാൽ അതിൻ്റെ വീഡിയോ കൊളാക്കി ആയിക്കോട്ടെ. അതിൻ്റെ അമ്മേ ഓരോ ഒന്ത് തള്ള അമീകമോളാണ് കേട്ടോ എണീറ്റ് വന്നിരിക്കുന്നത്. നല്ല കുട്ടിയാണ് ഓള്, നല്ല കുട്ടിയാണ് തന്നെ. ഓടിന്ന് അങ്ങനത്തെ ഉണ്ടോ. നമുക്കിവിടെ ഇത്തിരി കൊടുക്കാം.
അടുത്തായിട്ട് നമുക്ക് ഇനി ഒരു കയ്യിലും കൂടി വെച്ചിട്ട് ഇനി ഓല് പോയിട്ട് വെക്കുക നല്ലത്. നേരല്ല കുട്ടികളെ. അപ്പോൾ ഈ മാവിൻ്റെ കോല നോക്കി നിങ്ങൾ ഡബിൾ ഹോയ്സാണ് ഇതിന് കാരണം. ഡബിൾ ഹോയ്സാണ് മൈക്ക കേടുന്നതിന്. മൈക്ക പുതിയത് വാങ്ങിയതിന് ഇതൊന്നും കംപ്ലൈൻ്റ് ആവാം. ഓൺലൈനിൽ വാങ്ങിയതിന് എന്ത് പറ്റുമോ എന്തോ ആവോ. അപ്പോൾ അടുത്ത ആൾ ദോശത്ത് വരുന്നതിന് മുമ്പ് നമുക്കിത് പുരട്ടി ഇതുപോലെയാണ് പുരട്ടി കൊടുക്കട്ടോ. ഇതുപോലെ പുരട്ടി കൊടുക്കാം. ഇതുപോലെ നൈസാക്കിയിട്ട് പുരട്ടിയാൽ എത്രയും വലുത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ നമുക്ക് സൂപ്പർ വരും. എൻ്റെ അഭിപ്രായം എന്താ മദർസക്ക് നേരെ പോകും. എനിക്കെന്താ അഭിപ്രായം പറയും. കോലിനി സലാം പറഞ്ഞു പൊക്കണം കേട്ടോ. ബാഗില്ലാതെ പോണേ. പോയിക്കോ. ബൈ ഷിയോ.